ഹലോ ഗായ്സ്, നമുക്കൊന്നൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമ്മുടെ ഒരു 1.5 കിലോൻ്റെ ചിക്കൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു 3 സബോള വേണം. പിന്നെ വേണ്ടത് 3 പച്ചമുളക്, പിന്നെ വേപ്പിലയും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതാകുമ്പോൾ ഈസിയാണ്, അരിയാൻ നിൽക്കണ്ടല്ലോ. ഞാൻ അതാണ് ചേർക്കാറ് ഇപ്പോൾ. പിന്നെ കുറച്ച് നെയ്യ്. പിന്നെ നമുക്ക് സബോള ഒന്ന് പടപടാന്ന് അരിഞ്ഞെടുക്കാം. പണ്ട് പടപടാന്ന് അരിയാൻ അറിയില്ലായിരുന്നു, ഇപ്പം ആണെങ്കിൽ കുഴപ്പമില്ലാതെ അരിയും. ഓക്കേ, നമ്മൾ സബോള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട തക്കാളി. എനിക്കിപ്പോൾ ചെറിയ തക്കാളിയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു മീഡിയം 2 തക്കാളി. പിന്നെ വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല, പിന്നെ ഒരു മിക്സഡ് മസാലയാണ്, നാട്ടിൽ നിന്ന് ഒന്നാണ്, അത് എല്ലാത്തിനും പൊക്കോളും. പിന്നെ കാശ്മീരി ചില്ലി കളർ കിട്ടും. പിന്നെ നമ്മുടെ മുളക് പൊടി, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ നമുക്ക് ഉപ്പ് വേണം ആവശ്യത്തിന്. ഓക്കെ, പിന്നെ നമ്മൾ ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് എടുക്കുന്നതെന്ന്. കോക്കനട്ട് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തേണത്. അതൊന്നൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചാണ് സബോള ഇട്ട് കൊടുക്കാം. ഓക്കെ, സബോള ഒന്ന് സെറ്റായി വരാൻ വേണ്ടി നമുക്ക് സബോള പെട്ടെന്നൊന്ന് വഴന്നിട്ടാൻ വേണ്ടി, എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു, ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് സെറ്റാക്കി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സെറ്റായിക്കോളും, അധിക സമയം വെയിറ്റ് ചെയ്യണ്ട. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചിലർ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുള്ളൂ, പക്ഷേ ഞാൻ ഇച്ചിരി നേരത്തെ ചേർക്കുന്നുണ്ട് തക്കാളി. തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാകുന്ന വരെ. പിന്നെ ഞാൻ കുറച്ച് വേപ്പിലയും പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വരണ്ട് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, പിന്നെ നമ്മുടെ മിക്സഡ് മസാല ഞാൻ പറഞ്ഞത് അതും ഒരു 2.5 സ്പൂൺ തന്നെ. പിന്നെ നമ്മുടെ മുളക് പൊടി അത് ആവശ്യത്തിന്, എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടി എടുക്കാം. ഞാൻ ഒരു വലിയ സ്പൂണാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ കാശ്മീരി അത് 1 സ്പൂൺ മതി. പിന്നെ നമ്മുടെ ചിക്കൻ മസാല, അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പോൾ അത് എളുപ്പമാണ് നമുക്ക്. പിന്നെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം ഒന്ന് സെറ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ മീഡിയത്തിലിട്ട് മതി. പൊടി ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീ മീഡിയത്തിൽ വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം ചിക്കൻ ചേർത്ത് കൊടുക്കാൻ സമയമായി. അങ്ങനെ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അരിഞ്ഞ് വെച്ചത്. ഞാൻ കുറച്ച് ചെറിയ പീസുകളാക്കിയത്, അപ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചോളും. അപ്പോൾ അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വെന്തോളും. പക്ഷേ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കത്. അപ്പോൾ നമ്മളൊന്ന് സെറ്റായി വരുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കുക. മൂടി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഞാൻ മൂടി വെച്ചാണ് കുക്ക് ചെയ്യുന്നത്.
ചിലർ ഓപ്പൺ ആക്കി തന്നെ വെക്കും. പിന്നെ നമ്മുടെ പരിപാടി തീരാറായി. ഇനി നമുക്ക് കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. ഓക്കേ, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അല്ല, ചിക്കൻ കറി റെഡിയായി ഗൈസ്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ, സീ യു.